വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എക്സ്ട്രാ ഹൈജീനിക്കായ ഒരു സിഇഒയും അത്യാവശ്യം നല്ല ലേസി ആയിട്ടുള്ള ഒരു സാധാരണ പെൺകുട്ടിയും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ചൈനീസ് സീരീസ്. നമ്മുടെ ഹീറോ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഹീറോയിനാകട്ടെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നല്ലാതെ വൃത്തിയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവർ തമ്മിൽ എങ്ങനെ അഡ്ജസ്റ്റ് ആവാനാണല്ലേ, നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹീറോയിന്റെ ബ്രദർ ജുൻജയാണ്. കോളേജ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് അവൻ. എക്സാമിന് ഇനി ഒരു മാസം തികച്ചില്ല. അവൻ ഫുൾ ടൈം മുറിയിൽ കുത്തിയിരുന്ന് പഠിത്തമാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ അവന് പഠനത്തെക്കാൾ താല്പര്യം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണ്. മുറിക്കുള്ളിലിരുന്ന് ഓരോ സാധനങ്ങൾ അഴിച്ചു പെറുക്കി പണിയുന്നതും മറ്റും തന്നെയാണ് അവൻ്റെ പ്രധാന പരിപാടി. നമ്മുടെ ഹീറോയിൻ ഷുവാൻജി രാവിലെ ബ്രഷ് ചെയ്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. ചേച്ചി വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴേ പണിഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മാറ്റിവെച്ച് അവൻ്റെ ബുക്ക് എടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങുന്നു. അവൻ്റെ ഉടായ്പ് നന്നായി അറിയാവുന്ന ഷുവാൻജി നീ വെറുതെ അടവെടുക്കണ്ട എന്ന് പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ബഹളം കെട്ട് അവിടേക്ക് വന്ന അച്ഛൻ അവനെ ശല്യപ്പെടുത്താമെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അച്ഛനൊരു ക്ലീനിങ് കമ്പനിയിലെ ജോലിക്കാരനാണ്. പക്ഷേ ഷുവാൻജിയുടെ അഭിപ്രായത്തിൽ റോഡും തെരുവുമൊക്കെ വൃത്തിയാക്കാൻ അച്ഛന് നന്നായി അറിയാമെങ്കിലും വീട്ടിലെ അടുക്കള അച്ഛൻ എപ്പോഴും വൃത്തികേടാക്കാറാണുള്ളത്. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞ് അച്ഛൻ ഷുവാൻജിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി ഹീറോയെ പരിചയപ്പെടാം. ഗുറൈൻഷി വൃത്തിയുടെ കാര്യത്തിൽ ആള് 200% പെർഫെക്റ്റ് എന്ന് വേണം പറയാൻ. തനിച്ചാണ് താമസം. റൂമിലെ ടെമ്പറേച്ചറിനെ കുറിച്ചും പൊടിയെക്കുറിച്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന, മുറി ക്ലീൻ ചെയ്യുകയും അവന്റെ ഓർഡർ അനുസരിച്ച് പാട്ട് പ്ലേ ചെയ്യുകയും മറ്റും ചെയ്യുന്ന ടോപ്പ് എക്സ് എന്ന് പേരിട്ടുള്ള ഒരു മെഷീൻ അവന്റെ സഹായത്തിനായി റൂമിലുണ്ട്. പുള്ളി ഓട്ടോമാറ്റിക്കായ ഒരു ക്ലീനിങ് കമ്പനിയുടെ സിഇഒ ആണ് നമ്മുടെ റെൻഷി. റെൻഷിക്ക് മൈസോഫോബിയ എന്നൊരു അസുഖമുണ്ട്. അതായത് മാലിന്യത്തോടുള്ള ഭയം. സ്വന്തം ശരീരം എത്ര തവണ വൃത്തിയാക്കിയാലും അവന് തൃപ്തി വരാറില്ല. ഷുവാൻജിയുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചതാണ്. അതുകൊണ്ട് അവളുടെ അമ്മയുടെ റോളായിട്ട് എടുത്തിരിക്കുന്ന അച്ഛനാണ്. അവളുടെ ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിലും എത്രയും പെട്ടെന്നൊരു സ്ഥിരം ജോലി കണ്ടുപിടിച്ച് കഴിയുന്നത് പോലെ അച്ഛനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. ഇപ്പോൾ പാർട്ട് ടൈമായി കുറേ ജോലിയൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. റെൻഷി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പോലും മൈക്രോവേവിൽ വെച്ച് ഹീറ്റ് ചെയ്ത് അണുവിയുക്തമാക്കിയതാണെങ്കിൽ ഷുവാൻജിക്ക് വീട്ടിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമില്ല. പോകുന്ന വഴിയരികിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഫുഡാണ് അവൾ കഴിക്കാറുള്ളത്. മറ്റുള്ളവരെ പോലെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സമയവും പണവും കളയാൻ അവൾ തയ്യാറല്ല. പറ്റാവുന്നത്ര സമയം ജോലി ചെയ്ത് കഴിയുന്നത്ര പണം സമ്പാദിച്ച് അച്ഛനെയും അനിയനെയും സംരക്ഷിക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. റെൻഷിയാണെങ്കിൽ ധരിക്കുന്ന ഡ്രസ്സ് സാനിറ്റൈസ് ചെയ്താണ് ധരിക്കാറുള്ളത്. വണ്ടിക്കുള്ളിൽ ഒരു ചെറിയ പൊടി കണ്ടതുകൊണ്ട് അടുത്ത തവണ ഇനി ക്ലീനിങ് കമ്പനിയിൽ കൊടുക്കണ്ട, വേറെ കൊടുത്താൽ മതി എന്നവൻ ഡ്രൈവറോട് പറയുന്നുണ്ട്. അത്ര നീറ്റായി കാർ കൊണ്ടു നടക്കുന്ന അവൻ്റെ വണ്ടിയിലേക്ക് അപ്പോഴാണ് ഫുട്പാത്തിലൂടെ നടന്നുവരികയായിരുന്ന ഷിവാൻജി കുറെ പിള്ളേരുടെ തട്ടുകൊണ്ട് തെറിച്ചെന്ന് വീണത്. കാറിൻ്റെ ഗ്ലാസ്സിൽ പറ്റിയ അടയാളത്തിലേക്കായിരുന്നു റെൻഷിയുടെ മുഴുവൻ ശ്രദ്ധയും. അകത്തിരിക്കുന്ന ആളിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഷിവാൻജി സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ റെൻഷി ഗ്ലാസ്സിൽ പതിഞ്ഞ അടയാളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് എത്തിയാലോടെ ഞാൻ കാർ കൊണ്ടുപോയി സാനിറ്റൈസ് ചെയ്തോളാം എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ഗ്രാജുവേഷൻ പാസ്സാവുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ടാണ് റെൻഷി അപ്പോൾ പോയത്. അവൻ ക്ലീനിങ് രംഗത്ത് അഡ്വാൻസായ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നതിൻ്റെ പേരിൽ പോപ്പുലറായ ഒരു സിഇഒ കൂടിയാണ്. 27ഓളം അഡ്വാൻസ് ടെക്നോളജീസ് ഉള്ള റോബോട്ടുകളെയാണ് ക്ലീനിങ് പർപ്പസിനായി അവൻ്റെ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാനുവലായിട്ടുള്ള ക്ലീനിങ്ങിൽ റെൻഷിക്ക് അത്ര വിശ്വാസമില്ല. ആളുകളുടെ മൂഡ്, അസുഖം, അസ്വസ്ഥത ഇവയൊക്കെ ജോലിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 100% പെർഫെക്റ്റായി അവർക്ക് എപ്പോഴും ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവൻ്റെ അഭിപ്രായം. ക്ലീൻ രംഗത്ത് മുഴുവനായി മെഷീനുകൾ കൊണ്ടുവരണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ പ്രസംഗം ഷുവാൻജി TV-യിലൂടെ കാണുന്നുണ്ട്. ക്ലീൻ ഫസ്റ്റ് കമ്പനിയുടെ സിഇഒ എന്ന നിലയിൽ അവൾക്ക് അവനെ അറിയാം. അവൻ്റെ കമ്പനിയുടെ ഇൻ്റർവ്യൂവിൽ അവൾ ലാസ്റ്റ് വീക്കിൽ പാസ്സായതുമാണ്. ജോയിൻ ചെയ്യാനുള്ള ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോഗ്രാമിന് ആങ്കറായി നിന്ന വാങ്ഷിയാനൊപ്പം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഇൻ്റർവ്യൂ നൽകാനായി ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. റെൻഷി ഇരിക്കുന്ന ഭാഗം കൂടെയുള്ള അവൻ്റെ ഡ്രൈവറും PAയും ഒക്കെയായ ഡോങ്ഷിയാൻ സാനിറ്റൈസ് ചെയ്യുന്നു. മുന്നിലിരിക്കുന്ന ഷിയാനെ റെൻഷി മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. പുരികം, ചുണ്ട്, മുഖം, തലമുടി അങ്ങനെ എല്ലാം വൃത്തിയാണോ എന്ന് പാർട്ടായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രസ്സിലിരിക്കുന്ന ഡോഗ് ഹെയർ അവൻ്റെ കണ്ണിൽപ്പെട്ടത്. കുടിക്കാനായി വായിലൊഴി കുറിച്ച വെള്ളം അറപ്പുകൊണ്ട് അവൻ അറിയാതെ തുപ്പിപ്പോകുന്നു. എന്തായാലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞതുകൊണ്ട് അവളുടെ മുഖത്ത് വീണില്ല. അവൾ പെട്ടെന്ന് ടിഷ്യൂ എടുത്ത് നീട്ടിയെങ്കിലും അവനത് വാങ്ങാതെ പുറകിലേക്ക് നീങ്ങുന്നു. കാര്യം മനസ്സിലായ ഡോങ്ഷി പെട്ടെന്ന് തന്നെ വേറൊരു ടിഷ്യൂ നൽകുന്നുണ്ട്. അവൾ വീചാറ്റ് അക്കൗണ്ട് നമ്പർ ചോദിക്കാനായി ഫോൺ ബാഗിൽ നിന്നെടുത്തപ്പോഴേക്കും റെൻഷി സ്ഥലം വിട്ടിരുന്നു. പുറകെ പോകാൻ തുടങ്ങിയ ഷിയാനെ തടഞ്ഞ ഡ്രൈവർ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം ആരെയും വീചാറ്റിൽ ആഡ് ചെയ്യാറില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. താഴെ കോടി ഇറങ്ങി വന്ന റെൻഷിക്കെതിരെ അതേ ഹോട്ടലിൽ തന്നെ പാർട്ട് ടൈം ജോലിക്കാരിയായി നമ്മുടെ ഷിവാൻജി എത്തുന്നുണ്ട്. അവരെ കണ്ടതും ഞാൻ സാറിൻ്റെ കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, എനിക്ക് സാറിനെ അറിയാം, പ്രസംഗം TV-യിൽ കണ്ടിരുന്നു, നേരിട്ട് കാണാൻ കൂടുതൽ ചെറുപ്പമാണ്, സാറിൻ്റെ കമ്പനിക്ക് ഏറ്റവും പറ്റിയ ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഷിവാൻജി അവൻ്റെ വഴി തടഞ്ഞ് സംസാരിച്ച് നിൽക്കുകയാണ്.
അവളുടെ വൃത്തിയില്ലാത്ത അപ്പിയറൻസ് കാരണം റൺഷിക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയാൽ മതി എന്നാണ്. പക്ഷെ അവൾ വട്ടം നിന്ന് സംസാരിക്കുകയാണ്. റൺഷി പോക്കറ്റിൽ നിന്ന് സാനിറ്റൈസർ എടുത്ത് ഫ്രണ്ടിലൊക്കെ അടിച്ചിട്ട് ഡ്യൂട്ടി ടൈമിൽ ഇങ്ങനെ പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്ന സ്റ്റാഫ് എങ്ങനെ ശരിയാവുകയാണ്. മാത്രമല്ല നിന്റെ നെയിം ടാഗ് ശരിക്കല്ല കുത്തിയിരിക്കുന്നത്, ഏപ്രിലിൽ അഴുക്കിൻ്റെ അടയാളമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റം പറയുന്നു. സാനിറ്റൈസറിൻ്റെ മണം മൂക്കിലടിച്ച് കയറിയതും ശുഭാൻജിക്ക് തുമ്മൽ വരുന്നുണ്ട്. അവൾ വാ തുറക്കുന്ന കണ്ടപ്പോഴേ ഡേഞ്ചർ അലാറം അടിച്ച റൺഷി അവളുടെ കയ്യിലെ പാത്രത്തിൽ നിന്ന് ബണ്ണെടുത്ത് അവളുടെ വായിലേക്ക് കുത്തിക്കയറ്റിയിട്ട് വേഗം മൂടി രക്ഷപ്പെടുന്നുണ്ട്. ശിവാൻജി ബണ്ണും വായിൽ വെച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. റൺഷിയും ഷിയാനും കൂടിയുള്ള കൂടിക്കാഴ്ച അവൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്ലൈൻഡ് ഡേറ്റ് ആയിരുന്നു. അതിങ്ങനെ കുളമാക്കിയത് മാഡം അറിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് ഡ്രൈവർ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. ഷിയാനുമായുള്ള ബ്ലൈൻഡ് ഡേറ്റ് നശിപ്പിച്ചതിൻ്റെ പേരിൽ അമ്മ അവനെ വഴക്ക് പറയുന്നു. നാളെ തന്നെ അവളെ നേരിട്ട് കണ്ട് സോറി പറയണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ തുറന്നിട്ടിട്ട് കയറി വന്ന വാതിലിലൂടെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ടോപ്പ് എക്സ് പുറത്തേക്ക് പോകുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. നാളെ പോകാൻ എനിക്ക് സമയമില്ല, മറ്റൊരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് റൺഷി കണ്ടത്. അവൻ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോയി വാതിലടയ്ക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് ടോപ്പ് എക്സ് മിസ്സിംഗ് ആണ് എന്ന് അവൻ അറിയുന്നത്. അമ്മയെ കൊണ്ട് വീട്ടിലാക്കാൻ ഡോഗ്ഷോട് പറഞ്ഞിട്ട് അവൻ ടോപ്പ് എക്സ് തിരയാൻ തുടങ്ങുന്നു. ഈ സമയത്ത് പാർട്ട് ടൈം ജോബിൻ്റെ ഭാഗമായുള്ള ഒരു ഫുഡ് ഡെലിവറിക്കായി ശിവാൻജി ആ ബിൽഡിങ്ങിന് മുന്നിലെത്തിയിരുന്നു. ഏത് ഫ്ലോറാണെന്ന് കൃത്യമായി അറിയാത്തതിനാൽ താഴെ നിന്ന് കസ്റ്റമറെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ എടുത്തിരിക്കുന്ന ടോപ്പ് എക്സ് അവളുടെ കണ്ണിൽപ്പെട്ടത്. ഇത്രയും വില കൂടിയ സാധനം ആരാണ് എറിഞ്ഞു കളഞ്ഞത്, വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അത് കയ്യിലുള്ള ഒരു സഞ്ചിയിലേക്ക് ആക്കുന്നു. ആ സമയത്താണ് ടോപ്പ് എക്സിനെ അന്വേഷിച്ച് റൺഷി അവിടെ എത്തിയത്. ശിവാൻജി കരുതിയത് ഫുഡ് ബുക്ക് ചെയ്തത് അവനാണെന്നാണ്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ പാക്കറ്റ് മുന്നിലേക്ക് നീട്ടുന്നു. പക്ഷേ ബാക്ടീരിയ ഉണ്ട് എന്ന് പറഞ്ഞ് റൺഷി പോക്കറ്റിൽ നിന്ന് സാനിറ്റൈസർ എടുത്ത് അവളുടെ നേർക്ക് സ്പ്രേ ചെയ്യുന്നു. പുറകിലേക്ക് ഒഴിഞ്ഞു മാറിയ ശിവാൻജി കാൽമെടുത്ത് താഴേക്ക് വീഴുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഫുഡ് നിലത്ത് വീണ് പൊട്ടുന്നു. റൺഷിക്ക് അവളെ സഹായിക്കണമെന്നുണ്ടെങ്കിലും ബാക്ടീരിയ പേടി കാരണം അവനൊരു സോറി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് എടുത്ത് റോഡിൽ വെച്ചിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. ഇവനെ ടി വിയിൽ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നേരിട്ടെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് ശിവാൻജി അമ്പരക്കുന്നുണ്ട്. അവൾ ഒരു വിധത്തിൽ തനിയെ എഴുന്നേറ്റ് ടോപ്പക്സ് വെച്ചിരുന്ന സഞ്ചിയും റോഡിൽ നിന്ന് ക്യാഷും എടുത്തുകൊണ്ട് പോകുന്നു. ഫുഡ് നഷ്ടപ്പെട്ട വിവരം അവൾ കസ്റ്റമറെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. വേറെ ഫുഡ് ഉടനെ എത്തിക്കുമെന്നറിയിച്ച് ലേറ്റാക്കിയതിന് സോറി പറഞ്ഞവൾ ഫോൺ വയ്ക്കുന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ കുറച്ച് പേർ ബൈക്ക് റെൻറ്റുമായി നിൽപ്പുണ്ട്. ഇനി ഇന്ന് ബസ്സില്ലാത്തതിനാൽ ഒന്നുകിൽ ടാക്സി വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോവുകയോ വഴിയുള്ളൂ. ടാക്സി ചെലവ് കൂടുതലായതിനാൽ അവൾ സ്കൂട്ടറുമായി കുറച്ച് മാറി തനിച്ച് നിൽക്കുകയായിരുന്നു. ഒരാൾക്കരികിലേക്ക് ചെന്ന് അവൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നു. അവൻ ശരിക്കും റെൻറ്റ് സർവീസിൽ നിന്നിരുന്നതല്ല. ശിവാൻജി അവനെ തെറ്റിദ്ധരിച്ചതാണ്. അവനത് മനസ്സിലായെങ്കിലും അവൻ തിരുത്താൻ നിൽക്കാതെ അവൾ പറഞ്ഞ ചീപ്പ് റേറ്റിനെ സംബന്ധിച്ച് അവളെയും വണ്ടിയിൽ കയറ്റി പുറപ്പെടുന്നു. പറഞ്ഞ സ്ഥലമെത്തിയപ്പോൾ അവൾ വണ്ടിയിൽ നിന്നിറങ്ങി പറഞ്ഞ കാശ് കൊടുത്ത് വീട്ടിലേക്ക് നടന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നുന്നു. തിരിഞ്ഞു നോക്കിയിട്ട് ആരെയും കാണാതെ മുന്നോട്ട് നടന്നപ്പോഴാണ് ആരോ ടോർച്ചുമായി പുറകെ വന്നത്. വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടിയിൽ കൊണ്ടുവന്നയാൾ പുറകിൽ നിൽക്കുന്ന കണ്ട് അവൾ പേടിച്ചോടാൻ തുടങ്ങുന്നു. ഇരുട്ടായതുകൊണ്ട് കൂട്ടിന് വന്നതാണ്. ഓടണ്ട എന്ന് പറഞ്ഞവൻ പുറകെ ഓടിയെങ്കിലും അവൾ നിൽക്കുന്നില്ല. വീടിന് മുന്നിലെത്തിയപ്പോൾ ശിവാൻജി അവനെ തിരിച്ചടിക്കാനായി ഓടിക്കുന്നുണ്ട്. ബഹളം കെട്ടിറങ്ങി വന്ന അച്ഛനെ ഇടയ്ക്ക് കയറുന്നതിനിടയിൽ അവളുടെ അടി കൊണ്ട് തെറിച്ചു വീഴുന്നു. അച്ഛനെ അകത്ത് കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നതിനിടയിലാണ് അയാൾ പുതുതായി താമസത്തിന് വന്ന അയൽക്കാരനാണെന്നും ഇത്രനാൾ വിദേശത്തായിരുന്നു എന്നൊക്കെ അവൾ അറിയുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത പുതിയ അയൽക്കാരൻ ലൂഷിയാനെ ശിവാൻജിക്ക് തീരെ ബോധിച്ചിട്ടില്ല. ഒരു പരിചയമില്ലാത്ത എന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വന്നു, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങി എന്ന് പറഞ്ഞവൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് വണ്ടിക്കൂലിയായി കൊടുത്ത ക്യാഷ് തിരികെ വാങ്ങുന്നുമുണ്ട്. അന്ന് രാത്രി റൺഷിയുടെ കമ്പനിയിലെ അപ്പോയിൻമെൻ്റ് ഓർഡർ ശിവാൻജിക്ക് കിട്ടുന്നുണ്ട്. നാളെ തന്നെ ബയോഡേറ്റയുമായി വരാൻ അതിൽ എഴുതിയിരുന്നു. അതേസമയം ടോപ്പാക്സിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് റൺഷി ഇപ്പോഴും. അത് തിരികെ കൊണ്ടെത്തിക്കുന്നവർക്ക് പ്രതിഫലമായി 50,000 രൂപയും അവൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊരു ട്രയൽ പ്രോഡക്റ്റ് ആയതിനാൽ അതിൻ്റെ ടെക്നോളജി തങ്ങളുടെ എതിരാളികളുടെ കയ്യിൽ പെടുമോ എന്ന ഭയവും അവനുണ്ട്. അതേസമയം ശിവാൻജി വീട്ടിൽ അലസമായി കൊണ്ടുവന്നിരുന്ന ടോപ്പാക്സ് ജിൻജോയുടെ കണ്ണിൽ പെടുന്നുണ്ട്. എന്ത് കിട്ടിയാലും ആദ്യം അഴിച്ചു പൊളിയുക എന്ന ത്വരയോടെയാണ് അവനത് കുത്തിപ്പൊളിക്കാൻ തുടങ്ങിയതെങ്കിലും ക്ലീൻ ഫസ്റ്റ് എന്ന കമ്പനിയുടെ പേര് കണ്ടപ്പോൾ വെറുതെ അവരുടെ സൈറ്റിൽ കയറി ഒന്ന് നോക്കുന്നു. അപ്പോഴാണ് അതിന്റെ ഫോട്ടോ സഹിതമുള്ള നോട്ടീസ് അവൻ കണ്ടത്. പ്രതിഫലത്തെക്കുറിച്ച് കണ്ടപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ ഇറങ്ങി അവൻ ശബ്ദം മാറ്റി റൺഷിയെ വിളിക്കുന്നു. ടോപ്പാക്സ് എൻ്റെ കൈവശമുണ്ട്, പറഞ്ഞിരുന്ന പ്രതിഫലവുമായി ഇന്ന് രാത്രി സെൻട്രൽ പ്ലാസയ്ക്ക് പുറകിലുള്ള ബാറിലെത്തണം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുന്നു. റൺഷിയുടെ വൃത്തിയുടെ കാര്യം കമ്പനിയിലെ സ്റ്റാഫിനെല്ലാം നന്നായി അറിയാം. അവൻ ബിൽഡിങ്ങിന്റെ താഴെ എത്തുമ്പോഴേ എല്ലാവരും തങ്ങളുടെ ഇരിപ്പിടമൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കാറുണ്ട്. എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് പോലും അവന്റെ കണ്ണിൽ പെടാറുമുണ്ട്. അന്നും മേശപ്പുറത്തൊരു മുടി കിടന്നതിന്റെ പേരിൽ അവൻ സ്റ്റാഫിനെ കൈയോടെ പിടികൂടുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവൾ സോറി പറയുന്നുമുണ്ട്. അന്ന് ശിവാൻജി ഒരു പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛന് കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. അമ്മയെ ഓർക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ പതിവുള്ളതിനാൽ അന്ന് അച്ഛന് പകരം ക്ലീനിങ് ജോലിക്ക് പോകുന്നത് അവർ രണ്ടുപേരിൽ ആരെങ്കിലുമാണ്. അന്ന് ജിൻജോയുടെ ടേൺ ആയിരുന്നെങ്കിലും അവൻ മടി പറയുന്നതിനാൽ നമുക്ക് റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ച് തീരുമാനിക്കാം എന്നവൾ പറയുന്നു. കളിയിൽ അവൻ ജയിച്ചതിനാൽ അവൾ തന്നെ ജോലിക്ക് പുറപ്പെടുന്നു. അവൾ പോയ ശേഷം ടോപ്പാക്സ് തിരികെ കൊടുക്കുന്ന കാര്യത്തിന്
സ്ഥലവും സമയവും ഒന്നുകൂടി അവൻ റൺഷിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. റൺഷി വണ്ടിയുടെ നമ്പർ തിരിച്ചവന് മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. ശിവാൻജി സിറ്റിയിലെ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ടിൻ രണ്ടുപേർ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞത് അവളുടെ തലയിൽ കൊള്ളുന്നു. അവൾ അവരുമായി അതിന് തർക്കിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ പരിചയക്കാരനായ ഒരാൾ അവർക്കരികിലേക്ക് വരുന്ന അവൾ കണ്ടത്. അയാൾ ഈ വശത്തിൽ തന്നെ കാണണ്ടെന്ന് കരുതി ശിവാൻജി ആ വേസ്റ്റ് ബിന്നിന് മുകളിലിരുന്ന ഒരു കാർഡ്ബോർഡ് എടുത്ത് തലയിൽ വെച്ച് കെട്ടുന്നു. പക്ഷേ അയാൾ കൂട്ടുകാർക്ക് വേണ്ടി സോറി പറഞ്ഞ് അടുത്തേക്ക് വരുന്നതിനാൽ അയാൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വേസ്റ്റ് വണ്ടിയും തള്ളിക്കൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അയാൾക്ക് അതിനിടയിൽ തന്നെ സംശയം തോന്നിയിരുന്നതിനാൽ അയാൾ അവൾക്ക് പുറകെ ഓടാൻ തുടങ്ങുന്നു. പിടികൊടുക്കാതിരിക്കാൻ അവളും സ്പീഡിൽ ഓടുന്നു. റൺഷി ഈ സമയം ജുഞ്ച പറഞ്ഞ സ്ഥലത്തേക്ക് ടോപ്പക്സ് തിരികെ എടുക്കാൻ വേണ്ടി വരികയായിരുന്നു. അവന്റെ വണ്ടിക്ക് മുന്നിലേക്കാണ് ശിവാൻജി ചെന്നുപെട്ടത്. അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചെങ്കിലും അവളുടെ വണ്ടിയിലിരുന്ന വേസ്റ്റ് എല്ലാം കൂടി തെറിച്ച് റൺഷിയുടെ വണ്ടിക്ക് മുകളിലേക്ക് വീഴുന്നു. പ്രതികാരനായ അവന്റെ അവസ്ഥ പറയണ്ടല്ലോ. അവൻ കയ്യിൽ ഗ്ലൗസും എടുത്തിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശിവാൻജി റോഡിൽ ചിതറി വീണ വേസ്റ്റ് എല്ലാം വെപ്രാളത്തോടെ വാരി കൂട്ടുകയാണ്. ബഹളം കേട്ട് ചുറ്റും ആള് കൂടിയിട്ടുണ്ട്. തലയിൽ കാർഡ്ബോർഡുമായി നിൽക്കുന്ന അവളുടെ ഭാഗത്തെ തെറ്റാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പിറുപിറുക്കുകയും മൊബൈലിൽ വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ട്രാഫിക് പോലീസിനെ വിളിച്ച് കാര്യം സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് റൺഷി അവളുടെ കയ്യിൽ പിടിക്കുന്നു. അവൾ ഫോൺ പിടിച്ചു വാങ്ങി കാൽ കട്ട് ചെയ്ത് തിരികെ കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ റൺഷി അവളുടെ തലയിലിരുന്ന കാർഡ്ബോർഡ് വലിച്ചു പൊക്കുന്നുണ്ട്. അവളാണത് എന്ന് അപ്പോഴാണ് അവൻ അറിയുന്നത്. അവളുടെ ഫ്രണ്ടും അവളെ കാണുന്നുണ്ട്. ചുറ്റുമുള്ളവരുടെ തുറിച്ചുനോട്ടത്തിനിടയിൽ ആകെ അപമാനിതയായി നിന്ന് വിയർക്കുകയാണ് ശിവാൻജി. ടോപ്പക്സുമായി വന്ന ജിഞ്ചയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കാണുന്നുണ്ട്. ക്യാമറ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ റൺഷിയുടെ കയ്യിൽ നിന്ന് കാർഡ്ബോർഡ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നിടയിൽ അവനെയും കൊണ്ട് കാറിന് മുകളിലേക്ക് വീഴുന്നു. അവരെന്താ കിസ് ചെയ്യുകയാണോ? ഇതിന് പ്രാങ്ക് ഷോയോ മറ്റോ ആണോ എന്ന് ആളുകൾ പിറുപിറുക്കുന്നുണ്ട്. റൺഷിയെ കിസ് ചെയ്യാനെന്നോണം അവന്റെ മുകളിൽ കിടക്കുകയാണ് അവൾ. പേടിച്ചു കുറച്ച് വായും തുറന്ന് കിടക്കുന്ന റൺഷിയുടെ വായിലേക്ക് തന്നെ അവളുടെ മൂക്കിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് വീഴുന്നുണ്ട്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അവൻ അവളെ തള്ളി ദൂരത്തേക്ക് എറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നു. താഴെ വീണ് അവളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ആരും മുന്നോട്ട് വരുന്നില്ല. മാത്രമല്ല എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുമുണ്ട്. നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ എന്ന് ചോദിച്ച് തൻ ഫോൺ നമ്പർ ഒരു പേപ്പറിൽ എഴുതി അവന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് വണ്ടി വൃത്തിയാക്കുന്നതിന്റെ കാശ് ഞാൻ തന്നോളാം, എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ വേസ്റ്റ് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. റൺഷി ചേച്ചിയെ അപമാനിക്കുന്ന കണ്ട് ആകെ വിഷമവും ദേഷ്യവും ഒക്കെ കാരണം ജുഞ്ച അവനെ മീറ്റ് ചെയ്യാതെ തിരിച്ചു പോകുന്നു. പിന്നീട് റൺഷി ഫോൺ വിളിച്ചിട്ടും ജുഞ്ച എടുക്കുന്നില്ല. ശിവാൻജി തിരികെ വരുന്ന ശബ്ദം കേട്ട് അവൻ ഓടിച്ചെന്ന് അവളോട് ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വഴിയിൽ നടക്കുന്നതൊക്കെ കണ്ട കാര്യം പക്ഷെ അവൻ പറയുന്നില്ല. ഇനി മുതൽ റോക്ക് പേപ്പർ സീസേഴ്സ് ഒന്നും വേണ്ട, അച്ഛന് പകരം ഞാൻ തന്നെ പോയിക്കോളാം എന്നവൻ പറഞ്ഞെങ്കിലും നീ പഠിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. ടോപ്പക്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിലപേശലിന് തയ്യാറാണ്, പറഞ്ഞ സ്ഥലത്ത് എത്താത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ച് റൺഷി അവന് മെസ്സേജ് അയച്ചെങ്കിലും പണത്തേക്കാൾ എനിക്ക് വലുത് എൻ്റെ ചേച്ചിയാണെന്ന് പുറത്തുകൊണ്ട് റൺഷിയുടെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്യുന്നു. അന്ന് രാത്രി തന്നെ ടോപ്പക്സിനെ മിസ്സായ ദിവസം ശിവാൻജി അത് സഞ്ചിയിൽ വെച്ച് കൊണ്ടുപോകുന്നതിന്റെ CCTV വീഡിയോ റൺഷിക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ തുടരെ അവളെ മീറ്റ് ചെയ്യുകയാണല്ലോ. അവളിന് എന്തെങ്കിലും ദുരിതാശത്തോടെ ആയിരിക്കുമോ എന്നെ അപ്രോച്ച് ചെയ്തതെന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം വണ്ടി ക്ലീൻ ചെയ്തതിന്റെ ബില്ലുമായി ഡോങ്ഷി ശിവാൻജിയെ കാണാൻ ചെല്ലുന്നു. ബില്ല് കണ്ട് അവളുടെ കണ്ണ് തള്ളുന്നുണ്ട്. എല്ലാം ഹൈടെക് രീതിയിലാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന ക്ലീനിങ് ഐറ്റംസും കോസ്റ്റ്ലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഡോങ്ഷിയോട് അവൾ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാറിന്റെ ഡോർ തുറന്ന് റൺഷി അങ്ങോട്ട് ഇറങ്ങി വന്നത്. അവൻ കൂടെയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. പുതിയ മുതലാളിയാകാൻ പോകുന്ന അവനുമായി തുടരെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ജോലിയെ ബാധിക്കുമെന്ന ടെൻഷൻ ഉണ്ടായിരുന്നതിനാൽ അവൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവളോട് സംസാരിച്ചത്. അവൻ പക്ഷേ വളരെ റഫായി എൻ്റെ ടോപ്പക്സ് എവിടെയെന്ന് അവളോട് ചോദിക്കുന്നു. ടോപ്പക്സോ അതെന്താ എന്ന് ശിവാൻജി അമ്പരപ്പോടെ ചോദിച്ചു നിൽക്കുന്നിടത്ത് യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 1ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.